നമസ്കാരം. Good morning. Good I'm morning. Shunagan. No, Sugunan, Marriage Bureau. Please. താങ്ക് യു. Thank you. വന്നോട്ടെ. Welcome. ദേശാമേ ഇവളെവിടെ പോയി കിടക്കുന്ന ആരും കാണുന്നില്ലല്ലോ. ഓ, അമ്മായിന്റെ കൂടെ പോയി കാണും. ആ ചേട്ടാ, എന്റെ ത്രേസ്യാമ ഇങ്ങോട്ട് വന്നോ. ആ, ഇതെന്തിനാടാ? ഇതൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങിയതാ. അമേരിക്കൻ അമ്മായിക്ക് കൊടുക്കാനുള്ളതാ. അയ്യോ, ഇത് റീത്ത മരിച്ചുപോയവർക്ക് വെക്കാനുള്ളതാ. അതെയോ? എന്നാ ഇത് ചേട്ടന് എടുക്കട്ടെ. ഇതുകൂടെ കൊണ്ടുപോ, കൊണ്ടുപോടാ. ഹെ. ആ. ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി മാഡം. എന്റെ മകൻ ദേവകുമാർ താമസിയാതെ അമേരിക്കയിൽ നിന്ന് എത്തും. അതിനു മുമ്പായി അവന്റെ വിവാഹം നടത്താനുള്ള ചില വ്യവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറഞ്ഞാട്ടെ മാഡം. ആദ്യത്തെ വ്യവസ്ഥ 1 ലക്ഷം രൂപയും മാരുതി കാറും. 1 ലക്ഷം രൂപയും മാരുതി കാറോ? അതേത് നക്കാപ്പിച്ച കുടുംബത്തിൽ നിന്ന് കിട്ടുമല്ലോ. ഞാൻ വിചാരിച്ചത് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുമെന്ന. Stop it. എന്നോടാണോ? 1 ലക്ഷം രൂപയും മാരുതി കാറും എന്ന് പറഞ്ഞത് എന്റെ മകന്റെ സ്ത്രീധന തുകയല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രതിഫലം, അതായത് ബ്രോക്കറേജ്. My God, 1 ലക്ഷം രൂപയും മാരുതി കാറും ബ്രോക്കറേജ് ഫീസ്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരുമ്പോ കൊണ്ടുവരുന്ന ബന്ധവും അതുപോലെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങൾ അന്യനാട്ടിലാണെങ്കിലും ജനിച്ച നാട്ടിലെ ബന്ധം അറ്റുപോകാതിരിക്കാനാണ് ഇവിടെ വന്ന് വിവാഹം ആലോചിക്കുന്നത്. മാഡത്തിന്റെ അവസ്ഥകൾ അല്ല വ്യവസ്ഥകൾ എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. ആ, കോടിക്കണക്കിന് സ്വത്തുള്ള കുടുംബമായിരിക്കണം. പെൺകുട്ടി അതിസുന്ദരിയും വിദ്യാഭ്യാസമുള്ളവളും ആയിരിക്കണം. ഈ നാട് ഇതുവരെ കാണാത്ത ഒരു വിവാഹമായിരിക്കണം. വെടിക്കെട്ട് വേണോ? വേണം. ഓക്കെ. ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒത്തു വന്നാൽ എനിക്ക് 1 ലക്ഷം രൂപ മാരുതി കാറും ഉറപ്പാണോ? ഈ ശാരദ നായർ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇറ്റ്സ് ആൻ അമേരിക്കൻ പ്രോമിസ്. അയ്യോ. ഓക്കെ, പിന്നെ കാണാം. കേശവരെ, ഓ, താനാണോട് കേസതായാലും ഞാൻ അയ്യോ, അറിയാതെ വിളി കേട്ടു പോയതാ.